ആദ്യം തന്നെ എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാവരും, അതായത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും വളരെ സുലഭമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് വാട്സാപ്പ്. അപ്പോൾ ഈ 2020 നിന്ന് 2021 വരുമ്പോൾ ഈ വാട്സാപ്പിൽ ഈ ഒരു വർഷത്തിനിടയിൽ പ്രധാനപ്പെട്ട കുറെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റുകൾ വഴി ഈ വാട്സാപ്പിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 8 ഫീച്ചറുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ചില നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, എന്നാൽ ചില നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾക്ക് അറിയാത്ത അല്ലെങ്കിൽ യൂസ് ചെയ്യാത്തതായിരിക്കും. അപ്പൊ അതിനായിട്ട് ഈ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, അപ്പോൾ ഈ 2020 വാട്സാപ്പിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് വാട്സാപ്പ് പേയ്മെന്റ് ആണ്. അതായത് നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ പേയ്മെന്റ്, അതായത് ചെറിയ ചെറിയ ഓൺലൈൻ ആയിട്ടുള്ള പേയ്മെന്റ് എല്ലാം നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനത്തെ ആപ്പുകൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ നടത്താറുള്ളത്. എന്നാൽ ഈ 2020 അവസാനത്തോടെ നമുക്ക് വാട്സാപ്പ് പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ UPI ആപ്പുകൾ യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ വാട്സാപ്പിൽ നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള പേയ്മെന്റുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് നമ്മളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഈ വാട്സാപ്പ് പേയ്മെന്റിൽ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേയിൽ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ വാട്സാപ്പിലൂടെ തന്നെ വാട്സാപ്പ് പേയ്മെന്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ വർഷത്തിൽ വാട്സാപ്പിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള ഹൈലൈറ്റ്. ഇനി അടുത്തതായിട്ട് വാട്സാപ്പിൽ വന്ന ഒരു രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് വാട്സാപ്പിൽ നമുക്ക് മ്യൂട്ട് ഓൾവേസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഈ വർഷം നമുക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതുവരെ നമുക്ക് വാട്സാപ്പിൽ ഒന്നുകിൽ മ്യൂട്ട് ഫോർ 1 വീക്ക് അല്ലെങ്കിൽ മ്യൂട്ട് ഫോർ 1 മന്ത്, അതും അല്ലെങ്കിൽ മ്യൂട്ട് ഫോർ 1 ഇയർ ആയിരുന്നു. ഇതിനോടൊപ്പം നമുക്ക് ഇപ്പോൾ മ്യൂട്ട് ഫോർ ഓൾവേസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഗ്രൂപ്പ്, അതായത് നമ്മൾ നിൽക്കേണ്ടതായിട്ട് മസ്റ്റ് ആണ്, എന്നാൽ നമുക്ക് ആ ഗ്രൂപ്പിൽ നമുക്ക് വലിയ ഇൻവോൾവ്മെന്റിന് താല്പര്യമില്ല, അങ്ങനത്തെ ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് ഈ മ്യൂട്ട് ഫോർ ഓൾവേസ് എന്ന് പറയുന്ന ഫീച്ചർ നമുക്ക് ഒരുപാട് സഹായിക്കാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2020 വന്നതിൽ വെച്ച് വാട്സാപ്പിൽ വന്നത് നല്ല അപ്ഡേറ്റ് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ഈ വർഷം വാട്സാപ്പിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് അതായത് 2020 ആദ്യ സമയങ്ങളിൽ തന്നെ വാട്സാപ്പിൽ വന്നൊരു ഫീച്ചറാണ്. അതായത് ഡാർക്ക് മോഡ്. ഇപ്പോൾ നമ്മൾ ഭൂരിഭാഗം പേർക്കും ഡാർക്ക് മോഡ് ഇട്ട് യൂസ് ചെയ്യാനായിരിക്കും ഇഷ്ടം. കാരണം എന്ന് വെച്ചാൽ ഡാർക്ക് മോഡ് കമ്പാരിറ്റീവ്ലി നമ്മുടെ ബാറ്ററി ഒക്കെ സേവ് ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും അത് ഉപയോഗിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പോൾ വാട്സാപ്പിൽ തന്നെ ഈ 2020 നമുക്ക് ഡാർക്ക് മോഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് ഈ വർഷം വാട്സാപ്പിൽ വന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തതിൽ വെച്ച് അധികം ആർക്കും അറിയാത്ത ഒരു ഫീച്ചർ ഇതാണെന്ന് തോന്നും. അതായത് നമ്മൾ എല്ലാവർക്കും നമുക്ക് വാട്സാപ്പിലെ ആ ഒരു ചാറ്റിന്റെ വാൾപേപ്പർ നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാൻ നമുക്ക് പണ്ടിവിടെ സാധിക്കുന്നതാണ്. എന്നാൽ നമുക്ക് ഒരു വട്ടം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു ചാറ്റ് എടുത്താലും നമുക്ക് ആ ഒരു വാൾപേപ്പർ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളായിരുന്നു. എന്നാൽ വാട്സാപ്പിന് ഇപ്പോൾ ഉള്ള പുതിയ ഒരു അപ്ഡേറ്റിൽ നമുക്ക് ഓരോരോ ചാറ്റും നമുക്ക് ഓരോരോ വാൾപേപ്പർ ഇടാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മൾ ചാറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ പോകുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. അത് നമുക്ക് ഈ വർഷം തന്നെയാണ് നമുക്ക് വാട്സാപ്പിൽ ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പ് ഒന്നും നമുക്ക് വാട്സാപ്പിൽ ഇതുപോലെ ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ ആ ഒരു ഫീച്ചർ നമുക്ക് ഈ വർഷമാണ് അപ്ഡേറ്റിലൂടെ നമുക്ക് വാട്സാപ്പിൽ വന്നത്. ഈ വർഷം വാട്സാപ്പിൽ വന്നതിൽ വെച്ച് ഒരു മികച്ചതായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ വാട്സാപ്പിൽ ഒരു അഡ്വാൻസ് സെർച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നേരത്തെ ആണെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു PDF അല്ലെങ്കിൽ നമുക്ക് എന്തൊരു മീഡിയ ആണെങ്കിൽ പോലും നമുക്ക് അത് സെർച്ച് ചെയ്തെടുക്കണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ നമുക്ക് ഇപ്പോൾ ഏതാണെങ്കിലും, അതായത് ഏത് ഫയലോ മീഡിയോ ആണെങ്കിലും പോലും നമുക്കത് വാട്സാപ്പിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഇപ്പോൾ വാട്സാപ്പിൽ അഡ്വാൻസ് സെർച്ച് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ വർഷം അടുത്തതായിട്ട് വാട്സാപ്പിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഡിസപ്പിയറിംഗ് മെസ്സേജസ്. അതായത് ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്ന ഒരു പബ്ലിക് ഗ്രൂപ്പുകളിലൊക്കെ ഈ ഒരു ഫീച്ചർ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മളിൽ ഭൂരിഭാഗം പേരും സ്റ്റോറേജ് മാനേജ്മെന്റ് ആയിട്ട് ചാറ്റ് ഒക്കെ വളരെയധികം ക്ലിയർ ചെയ്യുന്നതാണ്. അതും പ്രത്യേകിച്ച് നമുക്ക് അധികം ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളുടെയൊക്കെ ചാറ്റ് ആയിരിക്കും പലരെയും ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പുകളിലൊക്കെ ഈ ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന് പറയുന്ന ഫീച്ചർ വെക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വാട്സാപ്പ് തന്നെ ആ മെസ്സേജസ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ നല്ല ഫീച്ചറാണ്. ഇനി അവസാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ വാട്സാപ്പിൽ നമുക്ക് സ്റ്റോറേജ് മാനേജ്മെന്റ് ടൂൾസ് ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഇപ്പോൾ അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂ സ്റ്റോറേജ് മാനേജ്മെന്റ് ടൂളാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതുവഴി നമുക്ക് തന്നെ ഓരോരോ ഗ്രൂപ്പുകളുടെയും അല്ലെങ്കിൽ ചാറ്റിന്റെയും ഒക്കെ നമുക്ക് മീഡിയാസ് ഒക്കെ വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് പുറമെ ഒരുപാട് അപ്ഡേറ്റ്സും ഫീച്ചേഴ്സും എല്ലാം നമുക്ക് വാട്സാപ്പിൽ ഈ വർഷം വന്നിട്ടുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 8 എണ്ണമാണ് വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി ഒരു അറിവിന് വേണ്ടി പറയുകയാണ്, ഈ വർഷം വാട്സാപ്പ് iOS വേർഷൻ 9 അതിനോടൊപ്പം ആൻഡ്രോയിഡ് വേർഷൻ 4 ആയിട്ടുള്ള, അതായത് ആ വേർഷനുകൾ ലഭിക്കുന്ന ഫോണുകളിൽ ഇനി വാട്സാപ്പ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഇത് ഈ വർഷം വാട്സാപ്പ് വെച്ച ഒരു അനൗൺസ്മെന്റ് ആണ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ